Assalamualaikum. Welcome to Zeus Peppercandy. എല്ലാവരുടെയും നോമ്പൊക്കെ ഉഷാറായി പോകുന്നതായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നോമ്പിന് മുമ്പ് എടുത്തതാട്ടോ, പക്ഷേ ഇപ്പോഴാണ് ടൈം കിട്ടിയത് അപ്ലോഡ് ചെയ്യാൻ. കിച്ചൺ ക്ലീനിങ് ആണ് ഇതിൽ പാർട്ട് 2. ക്രോക്കറി ഷെൽഫ് ഓർഗനൈസേഷൻ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചണിൽ എനിക്ക് ഉള്ളൊരു ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കപ്സും പ്ലേറ്റ്സ് ഗ്ലാസ്സസ് അതൊക്കെ ഇതിനകത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം. വീഡിയോ ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ച് അൽഗുലത്ത് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഭയങ്കര മെസ്സിയായിട്ട് പെരുക്കാമെന്ന് അതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം എപ്പോഴും പറയുന്ന പോലെ ഒറ്റ ദിവസം എടുത്ത വീഡിയോ അല്ല കേട്ടോ. എനിക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഓരോ ക്യാബിനറ്റായിട്ടാണ് ക്ലീൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം പാത്രങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ ഡയല്യൂട്ടഡ് ലെമൺ ഗ്രാസ് ഓയിൽ, അതായത് പുൽത്തൈലം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. കബോർഡ് നന്നായി ഉണങ്ങി ഈർപ്പം എല്ലാം മാറിയതിന് ശേഷം ഒരു പഴയ ടേബിൾ ഷീറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷെൽഫ് ലൈനർ വാങ്ങാൻ കിട്ടും, അത് വാങ്ങിച്ചിട്ടാലും മതി. പക്ഷേ എനിക്കിത് ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ബോക്സിലായിട്ട് ഡിസ്പോസിബിൾ സ്പൂൺസും പിന്നെ കപ്സ്, അതല്ലാതെ കേക്ക് ബേക്കിങ്ങിനും കേക്ക് പാക്കിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഈ ഒരു ബോക്സിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ കബോർഡിൻ്റെ ഏറ്റവും മുകളിൽ വയ്ക്കുന്നുണ്ട്. എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലല്ലോ, അപ്പോൾ അത് ഏറ്റവും മുകളിൽ വയ്ക്കുന്നുണ്ട്. ഇനി കുറച്ച് കേക്കിൻ്റെ ഡിസ്പ്ലേ ടേബിളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നതാണ്, അത് കാരണം ഈ ഷെൽഫിൽ തന്നെ വെച്ചേക്കാണ്. പിന്നെ ഇത് ഡേറ്റ്സും നട്ട്സും ഒക്കെ നോമ്പ് സമയത്ത് ഇട്ട് വയ്ക്കുന്ന ജാറാണ് കേട്ടോ. അതും ഞാൻ എളുപ്പം എടുക്കാവുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഷെൽഫ് ഓർഗനൈസറാണ്, വെയർമാർട്ടിൽ നിന്ന് വാങ്ങിയ കേട്ടോ. 6 dirhams ആയിട്ടുള്ളൂ. എനിക്ക് കളർ അത്ര ഉണ്ടായിരുന്നില്ല, പക്ഷേ വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. കിച്ചണിലൊക്കെ ഓർഗനൈസിങ് സ്പേസ് കുറവായിട്ടുള്ളവർക്ക് ഇങ്ങനത്തെ ഓർഗനൈസേഴ്സൊക്കെ ഉപയോഗപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഐക്കിയയിൽ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓർഗനൈസർ ഉണ്ട് കേട്ടോ. അത് ഒരു 35 dirhams ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു 7-8 വർഷമായി ഞാനത് വാങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അതുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഹോൾഡ് ചെയ്യും കേട്ടോ ഇത്. ഇത് ഒരു സ്പൈസ് റാക്കാണ്. മുമ്പൊരു കിച്ചൺ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഹോം ബോക്സിൽ നിന്ന് വാങ്ങിയതാണ്. 7 dirhams ആയിരുന്നു അന്ന് വാങ്ങുമ്പോൾ. പക്ഷേ ഞാനിവിടെ കപ്സ് ഓർഗനൈസ് ചെയ്യാനാണ് വെച്ചേക്കുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കപ്സ് എല്ലാം ഞാനിങ്ങനെ ഈ ഒരു റാക്കിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഈ ഓർഗനൈസേഴ്സൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഞാനിവിടെ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പലരും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് കേട്ടോ, അത് കാരണം ഞാനിതിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിഷ്വലി അപ്പീലിംഗ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ ആ ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ.
അടുത്ത സെക്ഷന് നന്നായിട്ടൊന്ന് പുൽത്തൈലം ഉപയോഗിച്ചൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ടേബിൾ ഷീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ. നിങ്ങളുടെ കിച്ചണിൻ്റെ ക്യാബിനറ്റ്സ് ഒക്കെ ചെറുതാണെങ്കിൽ അകത്ത് വൈറ്റ് കളറോ അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ് ഉള്ള ലൈനറോ ഒക്കെ ഇട്ട് കൊടുത്താൽ അത് കുറച്ചും കൂടി വലുതായിട്ട് തോന്നിക്കും, കുറേ കൂടി നീറ്റായിട്ട് തോന്നിക്കും. ഡാർക്ക് കളേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേയും കൂടെ ചെറിയ സ്പേസ് ആയിട്ട് തോന്നിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനിവിടെ ലൈറ്റ് കളർ ടേബിൾ ക്ലോത്ത് തന്നെ വിരിച്ചേക്കുന്നത്. ഇനി ഇത് ഒരു കപ്പ് ഓർഗനൈസറാണ്. ഇതൊരു 3-4 വർഷം മുൻപ് വാങ്ങിയ സാധനം കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. റെൻറ്റഡ് ഫ്ലാറ്റ്സിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ്. കാര്യം സ്പേസ് സേവിങ് ആയിട്ടുള്ളൊരു ഓർഗനൈസറാണ്. കൂടാതെ നമുക്കിതിനെ എങ്ങനെ ഡ്രില്ല് ചെയ്തൊന്നും അടിച്ച് ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതുപോലെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. ഇനി ഞാൻ മുൻപ് പറഞ്ഞ ഐക്കിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഓർഗനൈസർ ഇതാണ് കേട്ടോ. ഇത് ഞാൻ സിങ്കിന് മുകളിലായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പാത്രവും ഗ്ലാസും ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഇതിനകത്ത് വെച്ച് അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ ഡ്രിപ്പ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കബോർഡിലേക്ക് എടുത്ത് വയ്ക്കാം. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ക്രോക്കറി ഐറ്റംസ് മാത്രമാണ് ഈ ഒരു ഷെൽഫിൽ വെച്ചേക്കുന്നത്. ഇനി ഈ ഒരു ഡ്രോയറിൽ ഞാൻ കുറച്ച് ചെറിയ ബൗൾസൊക്കെ വെച്ചിട്ടുണ്ട്. പുഡിംഗ് ബൗൾ, ഐസ്ക്രീം ബൗൾ, അങ്ങനത്തെയൊക്കെ എളുപ്പം എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് അഥവാ ഐസ്ക്രീമോ പുഡിങ്ങോ ഒക്കെ തന്നെ എടുക്കണമെങ്കിൽ തന്നെ അവർ വന്ന് ഇവിടെ നിന്ന് എടുത്തോളും. അപ്പോൾ അവർക്കും കൂടെ എടുക്കാൻ എളുപ്പത്തിലാണ് ഞാൻ ഈ ഒരു താഴത്തെ റാക്കിൽ ഇത് വെച്ചേക്കുന്നത്. ഇനി നോമ്പ് സമയത്ത് മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് കപ്സും പ്ലേറ്റ്സും ബൗൾസൊക്കെ ഉണ്ട്. ഈ ജ്യൂസ് ഗ്ലാസ്സൊക്കെ ഞാൻ ആ ഒരു സമയത്ത് മാത്രമേ എടുക്കാറുള്ളൂ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ. അത് കാരണം ഞാൻ ഇത്രയും ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങാറുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാം കൂടെ ഒരു ബാസ്ക്കറ്റിലിട്ട് വേറെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് നോമ്പ് സമയത്ത് മാത്രമേ പുറത്തെടുക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്രോക്കറി ഓർഗനൈസേഷൻ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒന്നും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ ഫ്രം സൂസ് Peppercandy.